ഹായ് ഹലോ നമസ്കാരം. കാഴ്ചയുടെ വസന്തം പ്രകൃതിയുടെ സംരക്ഷണത്തിൽ പാരമ്പര്യവും ശാസ്ത്രവും കൈകോർക്കുന്ന ഏറെ പ്രശസ്തമായ ഒരു ആയുർവേദ കണ്ണാശുപത്രി. ആയുർവേദ ചികിത്സയും അതേപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സയ്ക്കും ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണിത്. മധ്യ തിരുവിതാംകൂറിലെ ഗുണമേന്മയുടെ മുഖപത്രമായ NABH അംഗീകാരം നേടിയ ഏറെ പ്രശസ്തമായ ഒരു ആയുർവേദ കണ്ണാശുപത്രി. അത് ഏതാണെന്നല്ലേ? തിരുവല്ലയിലെ സുദർശനം ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെൻറ്റർ. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും അറിവുകളും ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ഒരുക്കുന്ന ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കമാൺ. മുപ്പത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് തിരുവല്ലയിലെ സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെൻറ്റർ. അതിൻ്റെ ചീഫ് ഫിസിഷ്യനും കേരളത്തിലെ ഏറെ പ്രശസ്തനായ ഗാന രചയിതാവുമായ ഡോക്ടർ BG ഗോകുലൻ സാറാണ് എന്നോടൊപ്പമുള്ളത്. സാറിനെ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. സാർ, കേരളത്തിൽ ഒരുപാട് ഐ ഹോസ്പിറ്റലുണ്ട്. അതൊന്നും എങ്ങനെ സുദർശനം ഐ ഹോസ്പിറ്റൽ വ്യത്യസ്തമാകും? ആദ്യമായിട്ട് ഇങ്ങനൊരു പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാൻ ഇടവന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സാർ. സുദർശനം ആയുർവേദ ആശുപത്രികൾ, നേത്ര ചികിത്സാലയങ്ങൾ വളരെ കുറവാണ് പൊതുവെ. ഇന്ത്യയിലെന്നല്ല, കേരളത്തിലും കുറവ് തന്നെയാണ്. ഒട്ടനവധി അലോപ്പതി ആശുപത്രികൾ അല്ലെങ്കിൽ ആധുനിക ചികിത്സാ ആശുപത്രികൾ ധാരാളമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ആയുർവേദ ആശുപത്രി എന്നുള്ള രീതിയിൽ സർജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ അല്ലെങ്കിൽ എമർജൻസി പോലുള്ള കാര്യങ്ങൾ ഒഴികെ ഒരുപാട് ക്രിയാത്മകമായിട്ടും കാഴ്ച വർദ്ധിപ്പിക്കാനായിട്ടും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആധുനിക ചികിത്സയിൽ ചെയ്യാൻ സാധിക്കാത്ത ഒട്ടനവധി രോഗങ്ങൾക്ക് ആയുർവേദം പരിഹാരമാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിരിച്ചറിവാണ് ഒരു 1985 മുതൽ നമ്മൾ അഷ്ടാംഗ ആയുർവേദത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു കാരണമായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ പ്രകാരമാണ് ഈ സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെൻറ്റർ സ്ഥാപിതമായത്. അത് 1993 തുടങ്ങിയതെങ്കിൽ പോലും അതിന് വളരെ മുമ്പ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദേശീയ അംഗീകാരം NABH അത് ലഭിക്കുകയുണ്ട്. അപ്പോൾ അത് ആ നേട്ടത്തെക്കുറിച്ച് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അത് ഏറെ ആഹ്ലാദം നൽകുന്ന ഒന്നാണ്. കാരണം നമ്മുടെ പ്രവർത്തനത്തെ കുറേ കൂടി സാധൂകരിക്കാനും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറേയും കൂടെ ക്രോഡീകരിക്കുവാനും അതിനെ ഒരു സ്ട്രീം ലൈനിൽ കൊണ്ടുപോകാനായിട്ടും ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ചെക്ക് വളരെയധികം സഹായിക്കും. അപ്പോൾ ദേശീയ ഗുണമേന്മ കൗൺസിലിൻ്റെ ഒരു പ്രത്യേക സമിതിയാണ് NABH എന്ന് പറയുന്നത്, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ്. അപ്പോൾ അതിൻ്റെ അഫിലിയേഷനാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 3-4 വർഷത്തെ തയ്യാറെടുപ്പിൽ കൂടിയാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. അതിൽ വളരെയധികം ആഹ്ലാദമുണ്ട്. കാരണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, ഇപ്പോൾ ചികിത്സയാണ്, ഒരു പേഷ്യൻ്റ് വരുന്ന സമയം മുതൽ എത്ര സമയം വെയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ കണ്ടത്, ഡോക്ടർ കണ്ടിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ചികിത്സ തുടങ്ങിയത്, ചികിത്സയിൽ എന്തെല്ലാം മരുന്നുകൾ ഉപയോഗിച്ചു, എത്ര അളവ് ഉപയോഗിച്ചു, ആരാണ് അറ്റൻഡ് ചെയ്ത്, എത്ര സമയം ട്രീറ്റ്മെൻറ്റ് എടുത്തു തുടങ്ങി എല്ലാ കാര്യങ്ങൾ മാത്രമല്ല ആശുപത്രിയുടെ ഭരണ സംവിധാനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും നമുക്ക് ഒരു നിയന്ത്രണവും ഒരു അച്ചടക്കവും നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. വലിയൊരു അംഗീകാരം നേടിയ സ്ഥാപനത്തിന് ദേശീയമായിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ NABH എന്ന് പറയുന്നത്. അപ്പോൾ അത് ആയിരക്കണക്കിന് ആശുപത്രികളുള്ളതിൽ കേവലം 100-200 ആശുപത്രികൾക്കേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ക്ലബിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു 30-33 വർഷം കഴിഞ്ഞ ആശുപത്രി എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ടാണ് ഈ NABHൻ്റെ അക്രഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഒരു 8-10 വർഷമായിട്ടുള്ള കൂടുതലായിട്ട് വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് കോവിഡ് വന്നു. അപ്പോൾ അങ്ങനെ കുറേ മുടങ്ങിപ്പോയി. അങ്ങനെ വീണ്ടും തയ്യാറെടുപ്പുകളായിട്ടാണ് നമുക്കത് ലഭിച്ചത്. എന്നാലും വലിയ ഒരു ദേശീയ അംഗീകാരം നേടിയ സാറിനും സാറിൻ്റെ സ്ഥാപനത്തിനും ലൈവ് TV എൻ്റയർ മീഡിയയുടെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് ഇവിടെ എന്തൊക്കെ ചികിത്സകളാണ് സാർ ഉള്ളത്? പ്രധാനമായിട്ടും നമുക്കിപ്പോൾ NABHൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്ന 2 ഘടകങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഓഫ് കോഴ്സ് നേത്ര ചികിത്സ. അത് നമ്മൾ അറിയപ്പെടുന്നത് നേത്ര ചികിത്സയുടെ ഒരു പൈനിയറിങ് സ്ഥാപനമായിട്ടാണ്. തുടക്കക്കാരൻ എന്നുള്ള രീതിയിലാണ് നേത്ര ചികിത്സയെപ്പറ്റി അറിയുന്നത്. അതുകൂടാതെ നമുക്ക് പഞ്ചകർമ്മ ചികിത്സകളിലും NABHൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രകാരം നേത്ര ചികിത്സയിൽ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, സർജറി പറ്റാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ എമർജൻസി കെയർ അല്ലാത്ത മറ്റ് ദീർഘകാലാനുബന്ധിതമായിട്ടുള്ള രോഗങ്ങൾ, ക്രോണിക്കായിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം ആശാവഹമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. കുട്ടികളിലെ കാഴ്ചക്കുറവ് ഇന്നത് ഏറ്റവും വലിയൊരു വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു 10-30 വർഷമായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ആരംഭത്തോടു കൂടി മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള
സഹവർത്തിത്വം വളരെയധികം കൂടി വരിക, സ്ക്രീൻ ടൈം കൂടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒരു 20 സെൻറ്റിമീറ്റർ അകലത്തിൽ വെച്ച് നോക്കുന്ന ഈ മൊബൈൽ നിരന്തരമായി നോക്കുന്നത് പോലെ കണ്ണ് ക്രമേണ അടുത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു ഉപാധിയായി മാറും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അഡാപ്റ്റേഷൻ്റെ ഭാഗമാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ശരീരം, ആ സാഹചര്യത്തിലേക്ക് പൊരുത്തപ്പെടുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സവിശേഷത. അപ്പോൾ അത് വെച്ച് നമുക്ക് കണ്ണുകൾ കൂടുതലും കുട്ടി മൊബൈൽ നോക്കിയിരിക്കുക എന്ന് പറയുമ്പോൾ ആ കണ്ണുകൾ ഡിസൈൻ ചെയ്യപ്പെടുന്നത് പിന്നെ അടുത്ത് കാണാനായിരിക്കും. അങ്ങനെ വരുമ്പോൾ ദൂരക്കാഴ്ച കുറയും. അതിനെ ഇപ്പോഴത്തെ സാമാന്യ രീതി അനുസരിച്ച് ഉടനെ കണ്ണ് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നു. കണ്ണ് ഡോക്ടർ ഉടനെ തന്നെ കണ്ണട ഫിറ്റ് ചെയ്തു. കണ്ണട കുറിക്കുന്നതോടുകൂടി ആ കുട്ടിയുടെ കണ്ണിൻ്റെ ആ ഒരു പരിമിതി വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരികയാണ്. കാരണം കണ്ണുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള എക്സസൈസുകൾ അല്ലെങ്കിൽ ദൂരക്കാഴ്ച നോക്കാനുള്ള ശ്രമം അവിടെ നിന്നു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ജോലി കണ്ണട ഏറ്റെടുക്കുന്നു. പക്ഷേ ആയുർവേദത്തിൽ ഇതിനോടെല്ലാം നമ്മൾ എക്സസൈസുകൾ കണ്ണട ഏറ്റെടുക്കുന്നതുകൊണ്ട് എന്ത് പറ്റുന്നു? കണ്ണിന് പ്രത്യേക ജോലി ഇല്ലാതാവുന്നു. അത് വീണ്ടും വീണ്ടും മയോപ്പിക് ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ കണ്ണട അത്യാവശ്യ ഘട്ടങ്ങളിൽ എമർജൻസി ആയിട്ട് ഉപയോഗിക്കാമെന്നല്ലാതെ ഈ കണ്ണട ഒരു ശാശ്വതമായ ചികിത്സ അല്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ല, ശരിക്കും ഞാനും കണ്ണടയൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അപ്പോൾ അത് മുതിർന്നവർക്കുള്ള കണ്ണടയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഷോർട്ട് സൈറ്റും കാര്യങ്ങളിലൊക്കെ കുട്ടികളുടെ കണ്ണുകൾ എപ്പോഴും അത് പൂർണ്ണ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇത് കൂടുതലായിട്ട് പ്രയാസം ഉണ്ടാക്കുന്നത്. അത് ആജീവനം വരെ കണ്ണട ധരിപ്പിക്കുന്നവരായിട്ട് മാറ്റും. അപ്പോൾ അതിൽ നിന്ന് മോചനം കൊടുക്കുവാനായിട്ട് ആയുർവേദ ചികിത്സയ്ക്ക് സാധിക്കും. കേവലം 8-10 ദിവസത്തെ ചികിത്സ കൊണ്ട് തന്നെ പല കേസുകളിലും ചെറിയ ചെറിയ നമ്പറൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കും. വലിയ നമ്പറുകളാണെങ്കിൽ ആ നമ്പർ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയുള്ള ധാരാളം കേസുകൾ നമുക്കിവിടെ വന്നു പോകുന്നുണ്ട്. നമുക്കിവിടെ കിടത്തി ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ താങ്കളുടെ? ഇവിടെ ഒരു 25ഓളം മുറികളുണ്ട്. അത് എല്ലാ തരത്തിൽപ്പെട്ടവർക്കും താമസിക്കുവാനും വാർഡായിട്ട് താമസിക്കുവാനും AC സൂട്ട് എന്നുള്ള രീതികളിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ എല്ലാം നമുക്ക് ചികിത്സാ സൗകര്യങ്ങളുണ്ട്. പഞ്ചകർമ്മ തിയേറ്ററുകളുണ്ട്. അപ്പോൾ അവിടെ ഭക്ഷണമുണ്ട്. ക്യാൻറ്റീനും വെജിറ്റേറിയനാണ്. നമുക്ക് ക്യാൻറ്റീനായിട്ട് ചെയ്യുന്നുണ്ട്, കിച്ചണായിട്ട്. മറ്റൊരു പ്രധാന മേഖല എന്ന് പറയുന്നത് പ്രായമായവരിലുണ്ടാകുന്ന കാഴ്ചക്കുറവ്. അതിനും നമുക്ക് മോഡേണിൽ ചികിത്സയൊന്നുമില്ല. ഇപ്പോൾ മാക്കുലർ ഡീജനറേഷൻ, വെറ്റ് മാക്കുലർ ഡീജനറേഷൻ അല്ലെങ്കിൽ മാക്കുലർ എഡിമ എന്നൊക്കെ പറയുന്ന അവസരങ്ങളിൽ ഇതിന് ചില കണ്ണിൽ VEGF ഇഞ്ചക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ താൽക്കാലികമായിട്ടുള്ള നീർക്കെട്ട് കുറയ്ക്കാനുള്ളൊരു സഹായം ഉണ്ടാവുന്നതല്ല അപ്പുറം കാഴ്ച വർദ്ധിപ്പിക്കാനുള്ള ഉപാധികളൊന്നും ആധുനിക ചികിത്സയിലില്ല. അവിടെ നമ്മുടെ ചികിത്സ കൊണ്ട് പഞ്ചകർമ്മ ചികിത്സകൾ, ശോധന ചികിത്സകളൊക്കെ ചെയ്യുന്നതുകൊണ്ടും അത് കാഴ്ച വർദ്ധിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതും ദീർഘകാലാനുബന്ധമായിട്ട് വളരെയധികം നല്ലൊരു പരിഹാരം ആയുർവേദത്തിന് നിർദ്ദേശിക്കാൻ സാധിക്കും. താങ്കളുടെ സേവനം ആവശ്യമുള്ളവർ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? തീർച്ചയായും sudarshanam.ayurveda.com എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട് നമുക്ക് വർഷങ്ങളായിട്ട്. അല്ലെങ്കിൽ netrafoundation.com എന്നുള്ള സൈറ്റുണ്ട്. അതുകൂടാതെ തന്നെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തിരുവല്ല നമ്മുടെ സൈറ്റിൽ നമ്മൾ എവിടെ പരിശോധിച്ചാലും നമുക്ക് അതിനുള്ള വിശദവിവരങ്ങൾ നമുക്ക് അറിയാം. അത് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം വരാവുന്നതാണ്. നമുക്കൊരു മൂന്നാമത്തൊരു മികച്ച ഒരു പ്രോത്സാഹകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുവാക്കളിലുണ്ടാകുന്ന കെരട്ടോകോണസ്, കണ്ണുകളിലെ കൃഷ്ണമണിയുടെ ഷേപ്പ് കോണിക്കലായിട്ട് അത് നിരന്തരം കണ്ണുകൾ തിരുമ്മുക അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടാകുന്ന സമയത്ത് കുട്ടികളുടെ സമയത്ത് കണ്ണ് ഞെരടിക്കഴിഞ്ഞാൽ കൃഷ്ണമണിയിലുള്ള കൊളാജൻ ലെയറുണ്ട്, ഒരു കൊഴുപ്പ് പോലത്തെ, അത് ഈ ജെല്ല് പോലത്തെ സാധനമാണ്. അപ്പോൾ അത് പൊട്ടി ബ്രേക്കപ്പായിട്ട് അത് കൃഷ്ണമണി താഴോട്ട് തൂങ്ങുന്നൊരവസ്ഥയാണ്. അപ്പോൾ കാഴ്ച വളരെയധികം ഡിസ്റ്റോർട്ടഡ് ആവും. ഈ കണ്ടീഷൻസിൽ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ കനം കുറയ്ക്കുവാനായിട്ടും കണ്ണിൻ്റെ കനം കൂട്ടുവാനായിട്ടും കാഴ്ച വർദ്ധിപ്പിക്കുവാനായിട്ട് ആയുർവേദ ചികിത്സ വളരെയധികം പ്രയോജനപ്പെട്ടു. നമ്മൾ ഒരുപാട് കേസുകളിൽ നമുക്കതിൻ്റെ പ്രീ ആൻഡ് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് റിപ്പോർട്ട്സ് നമ്മുടെ കയ്യിൽ ഉണ്ട്. അത് വളരെയധികം മെച്ചപ്പെട്ടതായിട്ട് കാണുന്നു. കാഴ്ച മെച്ചപ്പെട്ടത്. നേരെ മറിച്ച് C3R പോലുള്ള കൊളാജൻ ക്രോസ് ലിങ്കിങ് എന്ന് പറഞ്ഞിട്ട് C3R എന്നുള്ളതാണ് വ്യാപകമായിട്ട് വൈറ്റമിൻ B12 ഇഞ്ചെക്ഷൻസ് കണ്ണിനകത്തേക്ക് കൃഷ്ണമണിയുടെ പാളി അടർത്തി മാറ്റിയിട്ട് അവിടെ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നൊരു ഏർപ്പാടാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ കൃഷ്ണമണിയുടെ കനം കുറച്ചുകൂടെ വർദ്ധിക്കുമെന്നല്ലാതെ കാഴ്ച അതിൽ കൂടെ കൂടുന്നവരെ പറയുന്നില്ല. നേരെ മറിച്ച് ആയുർവേദ ചികിത്സ ഇതൊന്നും ഇല്ലാതെ തന്നെ, സർജറിയോ മറ്റു കാര്യങ്ങളോ ഇൻവേസീവായിട്ടുള്ള ഒന്നും ഇല്ലാതെ തന്നെ പുറമേയുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടെ തന്നെ വ്യത്യാസം വരുത്തും. അപ്പോൾ അത് ഒരുപാട് പേര് അത് പ്രയോജനപ്പെടുത്തി വർഷാവർഷമൊക്കെ 2 വർഷമോ കൂടുമ്പോൾ വന്ന് ചികിത്സ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേർക്ക് മിലിറ്ററിയിലെല്ലാം, എയർഫോഴ്സ്, മിലിറ്ററി, നേവിയിലൊക്കെ ചെറിയ ചെറിയ കണ്ണടയുടെ കാഴ്ച പ്രശ്നങ്ങളുണ്ടാകുന്ന പരിഹാരങ്ങൾ ആയുർവേദത്തിലുള്ള ചികിത്സ ചെയ്തിട്ട് അവർ തിരിച്ച് വീണ്ടും പോയി ടെസ്റ്റ് പാസ്സാവുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു പാർശ്വഫലങ്ങളില്ലാതെ തന്നെ, സർജറി ഒന്നും ഇല്ലാതെ തന്നെ ഒരുപാട് നേത്രരോഗങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ആയുർവേദത്തിന് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ
പറയുന്നത്. അതിന് നമുക്കൊരു തുടക്കക്കാരനാവാനായിട്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരുപാട് രോഗങ്ങളെ നമുക്ക് ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന കാര്യങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചികിത്സ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ് സുദർശനത്തിൻ്റെ ഒരു പ്രസക്തി. അപ്പോൾ ഇത്രയും വർഷത്തെ ഈ സേവന പാരമ്പര്യം വെച്ച് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആരോഗ്യമാണ്. ഇപ്പോൾ ചെറുപ്പക്കാരായിക്കോട്ടെ വലിയ ആൾക്കാരായിക്കോട്ടെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത്? താങ്കളുടെ ഒരു പരിചയം വെച്ച് ഒന്ന് പറയാൻ പറ്റില്ലേ? പ്രധാനമായിട്ട് ഈ സ്ക്രീൻ ടൈം കഴിയുന്നത്ര അനാവശ്യമായിട്ട് ഉപയോഗിക്കാതെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തുക. അത് കുട്ടികൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം. 1 വയസ്സ് മുതലുള്ള കുട്ടികൾ പോലും മൊബൈലിലാണ് അവരുടെ സമയം വേസ്റ്റ് ചെയ്യുന്നത്. അത് വേസ്റ്റ് ചെയ്യാന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. കാരണം അവർക്ക് ക്രിയേറ്റീവായിട്ട് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള അവസരം ഈ മൊബൈൽ മൂലം നഷ്ടപ്പെടുക. ഇതിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിൽ അവരുടെ തലയിലോട്ട് കയറുന്നത്. 2, ഇതിനോടുള്ള അഡിക്ഷൻ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ പല റീസെൻ്റായിട്ട് പല ന്യൂസുകളും കേൾക്കുന്ന ആൾക്കാർ പോയി കളിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് പോയി മൊബൈൽ കയ്യിലില്ല എന്നുള്ള കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു, വഴക്കുണ്ടാക്കുന്നു, ആക്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് അഡിക്ഷൻസ് ജെൻസിയിലും മറ്റും ഉണ്ടാകുന്നുണ്ട്. പുതിയ ജനറേഷൻസ് ഇത് മാത്രം കണ്ടുകൊണ്ടാണ് വളരുന്നത്. അപ്പോൾ അതൊക്കെ വളരെ അപകടകരമായിട്ടുള്ളൊരു പ്രവണതയാണ്. അതിൽ ഗെയിംസ് അഡിക്റ്റ് ആവുക. അപ്പോൾ അങ്ങനെയുള്ള അതൊന്ന്. 2, ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. ഹൈഡ്രേഷൻ എപ്പോഴും ബോഡി ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലാണ് ബോഡിയിൽ റിഫ്രഷ്മെൻറ്റ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ പുതിയ പുതിയ സെൽസ് ഉണ്ടാവാനായിട്ടും അതിൽ ഫ്ലഷ് ഔട്ട് ചെയ്യാനൊക്കെ ബോഡിക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം ഉണ്ടാവും, തളർച്ച ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ഐ സ്ട്രെയിൻ ഉണ്ടാവും. ഇതെല്ലാം വെള്ളം കുറയുന്നതുകൊണ്ടുണ്ടാവുന്നു. 3, നമുക്ക് ഉറക്കം ഭദ്രമായിരിക്കണം. ഒരു കുട്ടികളാണെങ്കിൽ ഒരു 10 മണിക്കൂർ, യുവാക്കളാണെങ്കിൽ 8 മണിക്കൂറെങ്കിലും, പ്രായമായ ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. അപ്പോൾ ആ ഒരു റിതം, സർക്കാഡിക് റിതം എന്നുള്ളത് വളരെയധികം പാലിക്കും. ഇപ്പോൾ സർക്കാഡിക് റിതം എന്ന് പറഞ്ഞാൽ നമ്മൾ 24 മണിക്കൂറിൽ പകൽ എന്ത് ചെയ്യണം, രാത്രി എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ക്രമമാണ് ഈ സർക്കാഡിക് റിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിതം പാലിക്കാതെയാണ് പല കുട്ടികളും യുവാക്കളും ഇപ്പോൾ കഴിയുന്നത്. രാത്രി ലേറ്റായിട്ട് ആഹാരം കഴിക്കും. ഇപ്പോൾ നൈറ്റ് ലൈഫ് വരുന്നു. രാത്രി ലേറ്റായിട്ട് ആഹാരം കഴിക്കുക, 12 മണിക്കും എല്ലാം പോയി വെളിയിൽ പോയി ആഹാരം കഴിക്കുക, 2 മണിക്ക് 3 മണിക്ക് ഉറങ്ങുക, രാവിലെ 10 മണി 11 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക. അപ്പോൾ ഇതെല്ലാം ബോഡിയുമായിട്ടുള്ള ആ ഒരു നേച്ചറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളുടെ ഒരു ഇല്ലായ്മയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ബോഡിക്ക് കൺഫ്യൂഷനാവും. ബോഡി കൺഫ്യൂഷനായിട്ട് ബോഡിക്ക് അത് ഉറങ്ങേണ്ട സമയത്ത് ഉണർത്തിയിരുത്തണം, ഇരിക്കേണ്ട സമയത്ത് ഉറക്കം വരിക, അങ്ങനെയുള്ള ധാരാളം ഇതെല്ലാം. അങ്ങനെയാണ് ഈ സ്ട്രെസ്സ് കൂടുന്ന കാര്യങ്ങൾ, ആങ്സൈറ്റി കൂടുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇൻഡൾജ് ചെയ്യുമ്പോഴാണ് അസുഖങ്ങൾ വരുന്നത്. ഈ വക കാര്യങ്ങളിലൊരു മുൻധാരണ അല്ലെങ്കിൽ ഒരു അവബോധം ഉണ്ടാക്കി വളരുകയാണെങ്കിൽ അത് കുറേ കൂടെ നല്ലതായിരിക്കും. ഏതായാലും വളരെ വിശദമായ കാര്യങ്ങൾ സാർ സംസാരിച്ചു. പ്രത്യേക നന്ദി. താങ്ക് യു. ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ്റെ കണ്ണുകളാണ്. അപ്പോൾ കണ്ണുകളുടെ സംരക്ഷണം എങ്ങനെ വേണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയം വെച്ച് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായും അതിനുള്ള സംരക്ഷണമൊക്കെ വളരെ വിശദമായി അദ്ദേഹം പറഞ്ഞു തരും. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു മനോഹരമായ എപ്പിസോഡിൽ കണ്ടുമുട്ടാം. പ്രിയപ്പെട്ട ബിജി ഗോകുലൻ സാറിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി. താങ്ക് യു.